ഗ്യാസ് ലൈറ്റിംഗ് അഥവാ വളച്ചൊടിക്കൽ എന്ന പദപ്രയോഗം ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഇന്ന് ധാരാളം ഉപയോഗിച്ചു വരുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. വാസ്തവത്തിൽ എന്താണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സമയത്ത് ഓർക്കാപ്പുറത്ത് ആ വ്യക്തി പറഞ്ഞു പോകുന്ന ഒരു കാര്യമായിരിക്കില്ല. സ്ഥിരമായിട്ട് റിപ്പീറ്റഡ്ലി, അതായത് ആവർത്തിച്ച് ആ ഒരു ഉദ്ദേശമുണ്ട്. അതായത് നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കുക, അതല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുക, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതിരിക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടുകൂടി ആവർത്തിച്ച് അവർ ചെയ്യുന്ന വളച്ചൊടിക്കൽ പ്രക്രിയകളെയാണ് നമ്മൾ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുക. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടേയില്ല. അതായത് ഇതിപ്പോ പകലാണ് എന്ന് വെച്ചോളൂ, പക്ഷെ അവർ പറയും ഇത് രാത്രിയാണ്, അത് രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. വളരെ ഷാർപ്പാണ്, ഡയറക്റ്റ് ആണ്. രാത്രിയും ആകാം എന്നുള്ള രീതിയിലായിരിക്കില്ല അവർ പറയുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ മെമ്മറിയൊക്കെ ഭയങ്കരമായിട്ട് ഡൗട്ട് ആയിരിക്കും. നമ്മുടെ റിയാലിറ്റിയെ തന്നെ നമ്മൾ സംശയിച്ചു തുടങ്ങും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ഓർമ്മക്കുറവിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഗ്യാസ് ലൈറ്റിംഗ് ആണ് എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. പദപ്രയോഗങ്ങൾ വളരെയധികം റിലേഷൻഷിപ്പുകൾക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരുപാട് വാർത്തകളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ ഒരിക്കലും ഇത്തരം വാക്കുകൾ പങ്കാളിയുടെ മേലെ ഇപ്പൊ ചെയ്തത് ഗ്യാസ് ലൈറ്റിംഗ് ആണ് അങ്ങനൊന്നും എടുത്ത് പ്രയോഗിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം.